ഹായ് മക്കളെ, സ്റ്റഡി വൈബിലേക്ക് സ്വാഗതം. നമ്മളെ പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ അധ്യായമാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് റിവിഷൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഇട്ട് തരും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലടിക്കുക മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ഈ ചാപ്റ്ററിൽ ഇറ ഓഫ് വൺ പാർട്ടി ഡൊമിനൻസ് അഥവാ ഏകകക്ഷി മേധാവിത്വത്തിൻ്റെ യുഗം എന്നുള്ളതാണ് ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞിരുന്നു എലക്ഷൻ നടത്താം എന്ന് പറഞ്ഞിരുന്നെങ്കിലും എലക്ഷൻ നടത്താമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന സമയത്താണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വേണമെന്ന ആവശ്യവുമായിട്ട് അവർ മുന്നോട്ട് പോയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ അതിൻ്റെ തിരക്കിലായിരുന്നു ഇന്ത്യ എന്ന് പറഞ്ഞു. അതിനുശേഷം എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചത്? അപ്പോൾ നമ്മൾ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ 1953 മുതൽ 56 വരെ നടപ്പാക്കിയെന്ന് പിടിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഇന്ത്യയിൽ നടന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിലെ രണ്ടാമത്തെ, അതായത് നമ്മുടെ ജനാധിപത്യം സ്ഥാപിക്കുക എന്ന പ്രക്രിയയുടെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് നമുക്ക്, ജനാധിപത്യം സ്ഥാപിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇന്ത്യക്ക് നേരിടേണ്ടതായിട്ട് വന്നത്? ചലഞ്ചസ് ഓഫ് ബിൽഡിംഗ് ഡെമോക്രസി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പല ഭാഷ, പല വേഷം, പല ആചാരം, പല സംസ്കാരം, പല ശീലങ്ങൾ, അങ്ങനെ എല്ലാം കൊണ്ടും വൈവിധ്യം നിറഞ്ഞതാണ്. അതായത് വേരിയസ് കൾച്ചർ, ട്രഡീഷൻസ് ആൻഡ് മോഡ്സ് ഓഫ് അറ്റയർ പ്രസൻറ്റഡ് ന്യൂമറസ് അപ്രീസിയേഷൻസ് എക്സിറ്റ്. അപ്പോൾ ശരിക്കും ജനങ്ങൾക്ക്, അതായത് നിറയെ പല സംസ്കാരങ്ങളുമായി മുന്നോട്ട് പോകുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെ ഒത്തുപോകാൻ പറ്റും, ഒന്നിച്ചു നിൽക്കാൻ പറ്റും എന്നതൊരു ചോദ്യമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ എലക്ഷൻ നടത്തണമെങ്കിൽ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കുറച്ചൊക്കെ വിദ്യാഭ്യാസം വേണം എന്നുള്ളതാണ്. അന്നത്തെ മൊത്തം ജനത എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 4/1 പേർക്ക് പോലും വിദ്യാഭ്യാസം ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാക്കണം, അതിനായി ശ്രമിക്കും എന്ന് നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു തുടങ്ങിയ നേതാക്കന്മാരുടെയൊക്കെ ഉറച്ച വിശ്വാസം. അപ്പോൾ കുറേ ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്നു കഴിഞ്ഞ സമയത്ത് കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു, അതായത് ദ കൺട്രി വുഡ് ഗോ ടു ദ ഡോഗ്സ് ഈവൻ ഡ്യൂറിങ് ദി ഫ്രീഡം മൂവ്മെൻറ്റ്. അതായത് നമ്മൾ ശരിക്കും നമ്മുടെ രാജ്യത്തിൽ ബ്രിട്ടീഷുകാർ പോയി കഴിഞ്ഞാൽ ഇന്ത്യ അങ്ങോട്ട് നശിച്ചു പോകും എന്നുള്ള ഒരു വിശ്വാസ സങ്കല്പത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒന്നിനും കൊള്ളാതെയാവും നശിച്ചു. ദ ഇന്ത്യൻസ് ഡു നോട്ട് നോ ടു ദ റൂൾ ദംസെൽസ്. അതായത് അവരുടെ വിശ്വാസം ഇന്ത്യ നശിക്കും, കാരണം ഇന്ത്യക്കാർക്ക് ഭരിക്കാൻ അറിയില്ല എന്നൊക്കെയായിരുന്നു വിശ്വാസം. പക്ഷേ നെഹ്റുവും അംബേദ്കറും പോലുള്ള ആൾക്കാർ ഉറച്ചു വിശ്വസിച്ചിരുന്നു ക്ലിയർ ആൻഡ് ഡീപ്ലി കൺസിഡേർഡ് ഐഡിയാസ് എബൌട്ട് ഡെമോക്രസി. അതായത് നമ്മുടെ രാജ്യത്തിന് ജനാധിപത്യത്തെക്കുറിച്ച് പറ്റും, അതിന് മനസ്സിലാക്കാൻ പറ്റുന്ന ജനങ്ങളൊക്കെ തന്നെയാണുള്ളത്. നമ്മൾ തീർച്ചയായിട്ടും രാജ്യം അതിൻ്റെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ ഈ ഭരണ സംവിധാനത്തിന് കഴിയും എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നവരാണ് അവർ. അപ്പോൾ അതായത് കുറച്ച് ദേശീയ നേതാക്കളിൽ കുറേ പേര് പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ കുറേ പേര് നെഗറ്റീവായിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. കാരണം ചിലരുടെ വിശ്വാസം ഇങ്ങനെ വൈവിധ്യമാർന്ന ജനങ്ങൾ താമസിക്കുന്ന രാജ്യമായതുകൊണ്ട് പലപ്പോഴും അത് കലാപത്തിലേക്ക് വഴിതെളിയിക്കുമെന്നും ഏകകക്ഷി ഭരണത്തിലേക്കോ പട്ടാള ഭരണത്തിലേക്കോ ഡെമോക്രസിയിലേക്കോ ജനാധിപത്യത്തിലേക്കോ വൺ പാർട്ടി ഡൊമിനൻസിലേക്കോ ഒക്കെ അത് കൊണ്ടെത്തിക്കും ഇന്ത്യ പിന്മാറുന്നതാണ് നല്ലത്, പഴയ രാജവാഴ്ചയാണ് ഇന്ത്യക്ക് നല്ലത് എന്ന് വിശ്വസിച്ചിരുന്ന ജനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ലീഡേഴ്സ് ഇൻ മെനി അതർ കൺട്രീസ് ഓഫ് ദ വേൾഡ് ഗേവ് പ്രിയോറിറ്റി ടു നാഷണൽ യൂണിറ്റി. ദേ ഫിയർഡ് ദാറ്റ് ഡെമോക്രസി വുഡ് ലെഡ് ടു ദ ഡിഫറൻസസ് ആൻഡ് കോൺഫ്ലിക്ട്സ്. പക്ഷേ നമ്മുടെ ദേശീയ നേതാക്കൾക്കത് ഉറപ്പായിരുന്നു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ ജനാധിപത്യ രാജ്യം തന്നെ മതി. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവട്ടെ, ആ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനുള്ള വഴികൾ എന്താണെന്ന് നോക്കാം. അതായത് സമൂഹത്തെ എങ്ങനെ കൺട്രോൾ ചെയ്യണം, എങ്ങനെ ഭരിക്കണം, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് സമൂഹത്തിൽ തീരുമാനിക്കേണ്ടി വരും. തീർച്ചയായിട്ടും നമ്മൾ ആ വരുന്ന പ്രശ്നങ്ങളെ നല്ല രീതിയിൽ തന്നെ നേരിടും എന്നാണ് അവർ തീരുമാനം എടുത്തത്. The leaders of independent India decided to go to the hard way. These choose the more difficult path of democracy. ജനാധിപത്യത്തിൻ്റെ എത്ര കഠിനമായ വഴികളാണെങ്കിലും അത് നമുക്കെടുത്ത് നടപ്പിലാക്കാം എന്ന് ആര് ചിന്തിച്ചു? നമ്മുടെ ദേശീയ നേതാക്കൾ ചിന്തിച്ചു. അപ്പോൾ ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, വാട്ട് ആർ ദ ചലഞ്ചസ് ബിൽഡിംഗ് ഡെമോക്രസി എന്നതൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ആ ക്വസ്റ്റ്യന് നമുക്ക് ഒരു 4 പോയിൻ്റ്, അതായത് വൈവിധ്യമാർന്ന സംസ്കാരം,
ഇതൊരു ജനാധിപത്യത്തിനൊരു വെല്ലുവിളിയാകുമെന്ന് കുറച്ച് ദേശീയ നേതാക്കൾ വിശ്വസിച്ചു. അതേസമയം ഇന്ത്യക്ക് ഭരിക്കാനറിയാം, ഇന്ത്യ നന്നായിട്ട് രാജ്യം ഭരിക്കും, ജനാധിപത്യം ഡെവലപ്പാകും എന്ന് അംബേദ്കറും നെഹ്റുവിനെയും പോലെയുള്ള ആൾക്കാരും വിശ്വസിച്ചു. എന്തായാലും മറ്റു തരം ഭരണങ്ങളിലേക്ക് പോകുന്നതിന് തടസ്സമാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാണ്, രാജ്യം ഭരിക്കുന്നതിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഒരുപാട് നമ്മളെ പിന്തിരിപ്പിക്കുന്ന ജനാധിപത്യം ഭരണം വേണ്ട, വിദ്യാഭ്യാസം ഇല്ലാത്ത ജനങ്ങൾക്കിടയിൽ അത്തരം കാര്യങ്ങൾ ശരിയാവില്ല എന്ന് നമ്മളെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കിടയിൽ നിന്നും നമുക്ക് മുന്നോട്ട് വരാൻ തയ്യാറായിക്കൊണ്ട് കുറച്ച് ദേശീയ നേതാക്കളും ഉണ്ടായിരുന്നു. അങ്ങനെ ജനാധിപത്യം എന്ന് രൂപീകരിക്കണമെങ്കിൽ ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു ഭരണഘടന വേണം. അങ്ങനെ നമ്മുടെ ഇന്ത്യ ഒരു ഭരണഘടന എഴുതി പൂർത്തിയാക്കി. 1949 നവംബർ 26 ആകുമ്പോഴേക്കും നമ്മൾ ഭരണഘടന എഴുതി പൂർത്തിയാക്കിയിരുന്നു. ഈ പൂർത്തിയാക്കിയ ഭരണഘടന നമ്മൾ നിലവിൽ വന്നത് ഔദ്യോഗികമായിട്ട് ഒഫീഷ്യലായിട്ട് അത് ഇനോഗ്രേറ്റ് ചെയ്യപ്പെടുന്നത്, നിലവിൽ വരുന്നത് 1950 ജനുവരി 26 അങ്ങനെ നമ്മൾ our constitution formed on 26th November 1949, but the constitution came into force only on 26th January 1950. 1950 ജനുവരി 26 അത് നിലവിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു ഇനി ഇലക്ഷൻ നടത്താം. കാരണം നമുക്കിപ്പോൾ ആര് വന്നു കഴിഞ്ഞു, ഒരു ഭരണഘടന ഉണ്ടായിക്കഴിഞ്ഞു, ഇനി നമുക്കൊരു ഇലക്ഷൻ നടത്താം. അപ്പോൾ അങ്ങനെ ഇലക്ഷൻ നടത്തേണ്ട തീരുമാനങ്ങൾ വന്നു. അങ്ങനെ 1950 ജനുവരിയിൽ ഭരണഘടന നിലവിൽ വന്ന അതേ സമയം തന്നെ ഇലക്ഷൻ കമ്മീഷന് രൂപം നൽകി. അതൊരു വൺ വേർഡ് ക്വസ്റ്റ്യനാണ്. സുകുമാർ സെൻ, ദ ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. അത് ഷുവറായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ ആര്? സുകുമാർ സെൻ. മറക്കരുത്, അദ്ദേഹത്തിൻ്റെ പേര് നോട്ട് ചെയ്ത് വയ്ക്കുക. സുകുമാർ സെൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത്. അപ്പോൾ മോഡൽ എക്സാമിനാണെങ്കിലും ആനുവൽ എക്സാമിനാണെങ്കിലും ഒരു ഷുവർ ക്വസ്റ്റ്യനാണ് മക്കളെ, ഇത് മറന്നു പോകരുത്, ചോദിച്ചു. ഇനി നമുക്കറിയേണ്ടത്, നമ്മൾ ഇന്ത്യയിൽ ഇലക്ഷൻ നടത്താൻ പോവുകയാണ് നമ്മൾ. അപ്പോൾ 1950 ഈ ഇലക്ഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ നേരിടേണ്ടി വന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ട് 2 കാര്യങ്ങളിൽ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഒന്ന്, നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി നിർണയം എന്ന് പറയുന്ന പ്രക്രിയ. അതായത് ദ ഇലക്ഷൻ കമ്മീഷൻ ഫൗണ്ട് ദാറ്റ് കണ്ടക്ടിങ് ദ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ the constituencies had to be marked and electoral rolls were to be prepared. തെരഞ്ഞെടുപ്പിന് തയ്യാറാവുന്നതിന് നമ്മൾ വോട്ടർ പട്ടിക തയ്യാറാക്കിയിരിക്കണം, ഒപ്പം നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തികളും നിർണയിച്ചിരിക്കണം. അങ്ങനെ വോട്ടർ പട്ടിക തയ്യാറാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വന്നു, അതിൻ്റെ ലിസ്റ്റുകളൊക്കെ തയ്യാറാക്കി വന്നു. അപ്പോഴാണ് നമ്മൾ അറിയുന്ന ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, അതിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് തയ്യാറാക്കി എടുത്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മളൊക്കെ അറിയുന്നത് 40 lakh വുമൺ വോട്ടേഴ്സ് ഡിഡ് നോട്ട് കണ്ടെയ്ൻ ദ നെയിംസ്. അതായത് 40 ലക്ഷം വരുന്ന സ്ത്രീകളുടെ പേര് വോട്ട് ലിസ്റ്റിൽ കാണുവാനില്ല, പേര് വിട്ടുപോയിരിക്കുന്നതായി നമ്മൾ കണ്ടെത്തുകയുണ്ടായി. അതായത് വോട്ട് ലിസ്റ്റിൽ മൊത്തം ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ ആ മൊത്തം ജനസംഖ്യയിൽ 17% വിദ്യാഭ്യാസവും ഇല്ല. അപ്പോൾ ശരിക്കും 3200 MLA-മാരും 489 MP-മാരും വേണം. 17 കോടി ജനങ്ങളാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. ആ 17 കോടി വോട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരിൽ കുറേ പേർക്ക് വിദ്യാഭ്യാസവും ഇല്ല. ഇനി അവരുടെ പേരോ, സ്ത്രീകളുടെ പേരെടുത്തു കഴിഞ്ഞാലോ, രാമൻ്റെ ഭാര്യ, കൃഷ്ണൻ്റെ മകൾ, അങ്ങനെയൊക്കെയാണ് വോട്ട് ലിസ്റ്റിൽ പേര്. കാരണം ഇതൊക്കെ ഒരു പക്ഷേ അയൽപക്കത്തുനിന്നോ മറ്റോ ചോദിച്ചറിഞ്ഞതായിരിക്കും അവിടുത്തെ കുട്ടിക്ക് പേരെന്താണ്. അപ്പോൾ ചിലപ്പോൾ അവിടുത്തെ ആൾക്കാർ ക്ലിയറായി പറയാത്തത് കൊണ്ട് അവർക്ക് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടുകയേ ചെയ്തില്ല. അങ്ങനെ ഫസ്റ്റത്തെ ഇലക്ഷന് ആദ്യത്തെ വോട്ട് ലിസ്റ്റ് കളയേണ്ടതായിട്ട് വന്നു. അതിനുശേഷം രണ്ടാമതായിട്ട് വീണ്ടും വോട്ട് ലിസ്റ്റ് തയ്യാറാക്കി. അങ്ങനെ ആ വോട്ട് ലിസ്റ്റ്, അതായത് 17 കോടി വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. അതിൽ 15% ആൾക്കാർക്ക് മാത്രമേ, അതായത് ഒരു 2-3 കോടി ആൾക്കാർക്ക് മാത്രമേ എഴുതാനും വായിക്കാനും അറിയുള്ളൂ. ബാക്കി ആർക്കും എഴുതാനും വായിക്കാനും അറിയില്ല എന്നുള്ളതൊരു വലിയ പ്രശ്നമായിരുന്നു. എന്തായാലും നമ്മുടെ രാജ്യത്തിലെ ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടുന്ന നാട്ടിൽ നമ്മൾ ആദ്യമായിട്ട് ഇലക്ഷൻ നടത്താൻ പോകുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു പരീക്ഷണം തന്നെയായിരുന്നു. അങ്ങനെ ആ പരീക്ഷണം നടന്ന് നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് വിദ്യാഭ്യാസം ഇല്ലാത്ത പ്രശ്നം ഒരു വലിയ പ്രശ്നമായിട്ട് ബാധിക്കുമോ എന്നതൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഒരു ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂതുകളി എന്നൊക്കെ പത്രപ്രവർത്തകർ വിശേഷിപ്പിച്ച ഈ സംഭവം നമ്മൾ വിജയകരമായി തന്നെ പൂർത്തിയാക്കി. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ഷനിൽ പ്രായപൂർത്തിയായ, അതായത് അന്ന് 21 വയസ്സായിട്ടുള്ള എല്ലാവർക്കും വോട്ടവകാശമൊക്കെ കൊടുത്തു. അങ്ങനെ ആ വോട്ടവകാശം വിനിയോഗിച്ചു കഴിഞ്ഞ്
നിറയെ ആൾക്കാർ അതിൽ വോട്ടൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ ഭംഗിയൊക്കെ ആക്കി. അപ്പോൾ ആയിട്ടുള്ള ആൾക്കാർ തന്നെ പറയുണ്ടായി, വളരെ അത്ഭുതം തോന്നുന്നു ഇത്രയും എഴുതാനും വായിക്കാനും. അതായത് 17 കോടിയിൽ ഒരു 3 കോടി പേർക്ക് എഴുതാൻ അറിയുള്ളൂ, ബാക്കി ആർക്കും എഴുതാൻ അറിയില്ല. ആ എഴുതാൻ അറിയാത്ത ആൾക്കാരെ വെച്ചിട്ട് ഇവരെങ്ങനെയാണ് ഇലക്ഷൻ നടത്താൻ പോകുന്നത് എന്നുള്ളതൊക്കെ ഒരു വലിയ ക്വസ്റ്റ്യനായിട്ട് മുന്നിൽ വന്ന് നിന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റത്തെ ഇലക്ഷൻ നടത്താൻ തീരുമാനിച്ചത് 1951 ഒക്ടോബറിനും 1952 ഫെബ്രുവരിക്കും ഇടയിലാണ് ഫസ്റ്റത്തെ ഇലക്ഷൻ നടത്താനായിട്ട് നമ്മൾ തീരുമാനിച്ചത്. അങ്ങനെ 1952 ജനുവരിയിൽ നമ്മൾ ഫസ്റ്റത്തെ ഇലക്ഷൻ പ്രചരണം നടത്തുകയുണ്ടായി. പോളിങ്ങും വോട്ടെണ്ണലും ഒക്കെ നടത്തണമെങ്കിൽ നമുക്ക് കുറച്ച് സമയം വേണം. അപ്പോൾ 1951 ഒക്ടോബർ മുതൽ ആരംഭിച്ച് 1952 ഫെബ്രുവരി വരെ നീണ്ടു നിന്ന ഈ ഇലക്ഷനിൽ പ്രായപൂർത്തിയായിട്ടുള്ള എല്ലാവർക്കും, എന്ന് വെച്ചാൽ 21 വയസ്സ് പൂർത്തിയായിട്ടുള്ള എല്ലാ ഇന്ത്യക്കാർക്കും എന്ത് ചെയ്യാനുള്ള അവകാശം കിട്ടി? വോട്ട് ചെയ്യാനുള്ള അവകാശം കിട്ടി. അപ്പോൾ ചില പത്രങ്ങൾ പറഞ്ഞത് ഈ നമ്മുടെ ഇന്ത്യക്കാരെന്ന് പറയുന്നത് എന്താ പറയുക, വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാരല്ലേ, വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാരെ കൊണ്ട് വോട്ട് ചെയ്യിക്കുക പറയുന്നത് അത്രയ്ക്ക് ശരിയായൊരു ഏർപ്പാടല്ല എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പായിരുന്നു, പ്രായപൂർത്തി വോട്ടവകാശം നടപ്പിലാക്കി. അത് അപകടകരമാണെന്ന് ടൈംസ് ഓഫ് ഇന്ത്യയും നമുക്ക് വേണ്ടിയിരുന്നില്ല ജനാധിപത്യം ഇലക്ഷൻ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുക, ദാരിദ്ര്യമൊക്കെ കൊടുമ്പിരി കൊള്ളുന്ന രാജ്യത്തിൽ രാജവാഴ്ച പോരെ എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ വന്നു. പക്ഷേ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് വലിയ നേട്ടം തന്നെയാണ് ഉണ്ടാക്കിയത്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ജയിച്ചു. തോറ്റ സ്ഥാനാർത്ഥികൾക്ക് പോലും പരാതി ഉണ്ടായിരുന്നില്ല, യഥാർത്ഥത്തിൽ ജയിക്കേണ്ടവർ തന്നെയാണ് ജയിച്ചത്. അതായത് ആളുകൾക്ക് സാക്ഷരതയില്ല എന്ന് പറഞ്ഞിട്ട് അത് ഒരിക്കലും തെരഞ്ഞെടുപ്പിൻ്റെ ക്വാളിറ്റിയെ ബാധിച്ചില്ല. 489 സീറ്റുകളിൽ 364 സീറ്റ് നേടി കോൺഗ്രസ് ജയിച്ചു. രണ്ടാം സ്ഥാനത്ത് ലഭിച്ചിരുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയത് 16 സീറ്റാണ്. ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ മക്കളെ. അത് ഒന്നാമത്തെ ഇലക്ഷനിൽ രണ്ടാമതായി വന്ന പാർട്ടി ഏത് എന്ന് ചോദിച്ചാൽ ഒന്നാമത് കോൺഗ്രസും രണ്ടാമത് നമ്മളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. 16 സീറ്റാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിൽ ലയിച്ചിട്ടുള്ളത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ സംസ്ഥാന നിയമസഭയിലേക്കുള്ള 3200 ആൾക്കാർ തിരഞ്ഞെടുത്തു. അതിൽ അവർ കേരളത്തിൽ അവരുടേതായ ഒരു മന്ത്രിസഭയ്ക്ക് രൂപം നൽകുകയും ചെയ്തു വന്നു. അപ്പോൾ നമുക്ക് ബാക്കി ഇത്രയും കാര്യങ്ങൾ, ഈ ഫസ്റ്റത്തെ ഇലക്ഷൻ വളരെ നല്ലതായിരുന്നു. ഇനി ലോകരാജ്യങ്ങളോട് ഞങ്ങൾ ചെയ്തത് വിഡിത്തമായില്ല, ഞങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്ത് എന്ന് നമുക്ക് പറയിക്കാനായിട്ടത് സാധിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് അവിടെ നിന്നാണ് തുടങ്ങിയത്. ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നമ്മുടെ രാജ്യത്തിലെ ഈ തെരഞ്ഞെടുപ്പ് വിജയകരമായി തന്നെ പൂർത്തിയാക്കി. 1951 ഒക്ടോബറിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും 1952 ഫെബ്രുവരിയിലാണ് ഇത് അവസാനിക്കുന്നത്. ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പുകൾ ഫെബ്രുവരിയിലാണ് നടന്നത് എന്ന കാരണത്താൽ നമ്മളിപ്പോഴും എപ്പോഴാണ് ഫസ്റ്റത്തെ ഇലക്ഷൻ നടന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയുന്നത് 1952 എന്നാണ്. അപ്പോൾ 1952 ആദ്യത്തെ ഇലക്ഷൻ നടന്നത്. ഇനി അടുത്ത ഇലക്ഷൻ നടക്കാൻ പോകുന്നത് 1957 അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഇലക്ഷനിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസ് പാർട്ടി വിജയിക്കുകയും ചെയ്തു. ഇനി നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ആദ്യത്തെ 3 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചത്. അത് നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ 2 കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന്, ഇന്ത്യയിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള തീരുമാനം എടുത്തത് എന്നുള്ളതൊരു ക്വസ്റ്റ്യനും, അതുപോലെ ജനാധിപത്യം സ്ഥാപിക്കുമ്പോൾ നേരിട്ട വെല്ലുവിളികൾ എന്താണെന്നും നമ്മൾ പഠിച്ചു. അപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ്? 1, നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തികൾ നിർണ്ണയിക്കണം. 2, വോട്ടവകാശമുള്ള പൗരന്മാരെയൊക്കെ ഉൾപ്പെടുത്തി ഒരു വോട്ടർ പട്ടിക തയ്യാറാക്കണം. 2നും കുറച്ച് സമയമെടുത്തെങ്കിലും ധീരവും സാഹസികവുമായിക്കൊണ്ട് ഒരു അല്പം സമയം എടുത്തുകൊണ്ട് തന്നെ അത് നടപ്പിലാക്കാനായിട്ട് നമുക്ക് സാധിച്ചു. ഇലക്ഷൻ നടത്തി 1952 ഫെബ്രുവരിയിൽ നടന്ന ഇലക്ഷനിൽ ഇന്ത്യ വിജയകരമായ റിസൾട്ട് കൊണ്ടുവന്നു. കോൺഗ്രസ് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കുകയും അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും വിജയം കണ്ടെത്താനായിട്ട് സാധിക്കുകയും ചെയ്തു. നമുക്ക് ബാക്കി പിന്നീട് പഠിക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിച്ചെടുക്കാം. പിന്നെ മക്കൾ നന്നായിട്ടൊന്ന് പഠിച്ചെടുക്കുക. സുകുമാർ സെന്നിൻ്റെ പേര് മറക്കരുത്. ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെന്നാണ്, മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് വായിച്ച് പഠിച്ച് നിങ്ങൾ വെൽ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. മറക്കരുത്, പരീക്ഷ മുന്നിൽ വരുന്നുണ്ട്. ഒപ്പം നമ്മുടെ ചാനൽ നന്നായിട്ട് കാണാം. നിങ്ങളുടെ കൂടെയുള്ള കൂട്ടുകാരികളുടെ ചാനലൊന്ന് കാണാനായിട്ട് ആവശ്യപ്പെടുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കരുത്. നിങ്ങൾ വിജയകരമായി തന്നെ നിങ്ങൾക്കിത് കോഴ്സ് പൂർത്തിയാക്കണമെങ്കിൽ
നന്നായിട്ട് പഠിക്കാൻ തയ്യാറെടുക്കുന്ന മക്കളാവണം. ഓക്കെ, ബൈ.